കോഴിക്കോട് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടിക വിപുലീകരിക്കാൻ ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾക്ക് സംവിധാനം ഏർപ്പെടുത്തി. മരിച്ച 2 പേരുൾപ്പെടെ 5 പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ള 3 പേർക്ക് വിദഗ്ധ പരിചരണം ലഭ്യമാക്കിയതായി അധികൃതർ പറഞ്ഞു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് അല്പസമയം മുമ്പ് കോഴിക്കോടെത്തി. വൈകുന്നേരത്തോടുകൂടി ഇത് പ്രവർത്തന സജ്ജമാവും. അങ്ങനെയെങ്കിൽ 12 മണിക്കൂറിനകം തന്നെ നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള ഫലം പുറത്തുവരും. അതായത് പരിശോധനാ ഫലം 12 മണിക്കൂറിനകം തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനിയും ലഭിക്കാനുള്ളത് 11 ഫലങ്ങളാണ്. 11 ഫലങ്ങൾ കൂടി ഇനി ലഭിക്കാനുണ്ട്. ഈ 11 ഫലങ്ങൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അതിൻ്റെ സാമ്പിൾ അയച്ചതാണ്. അത് ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ഇതിനിടെ കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. കേന്ദ്ര സംഘം ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. അതിനുശേഷം ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. മാല ചബ്രയും ഹിമാൻസു ചൗഹാൻ അടങ്ങുന്ന വിദഗ്ധ ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധ സംഘമാണ് കോഴിക്കോടെത്തിയത്. ഇവർ മരുതോങ്കരയും അതുപോലെ തന്നെ പ്രധാനമായും ഈ നിപ്പയുടെ ഉറവിടം ഉള്ള സ്ഥലം, അതുപോലെ തന്നെ ഇത് പടരാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മരുതോങ്കര പഞ്ചായത്ത് ഉൾപ്പെടെ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച്, ഔദ്യോഗിക കണക്കനുസരിച്ച് 789 പേരാണുള്ളത്. ഇപ്പം തന്നെ ഹൈ റിസ്കിൽ വരുന്നവരാകട്ടെ 80ഓളം പേർ ഹൈ റിസ്കിൽ വരും. ഇതിലിപ്പോൾ ഇതുവരെ നിപ്പ സ്ഥിരീകരിച്ചവർ 5 പേരാണ്. ഈ 5 പേരിൽ 2 പേർ മരിച്ചു. ഇപ്പോൾ 3 പേർ ചികിത്സയിലാണ്. ഇതിൽ ഒരാൾ ആരോഗ്യ പ്രവർത്തകനാണ് സ്വകാര്യ ആശുപത്രിയിലെ. എന്തായാലും ഈ 2 ദിവസം ഇന്നും നാളെയുമായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ കണ്ടെയ്ൻമെൻറ് സോൺ 7 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലായിരുന്നു. അത് 8 പഞ്ചായത്തുകളായി ഉയർത്തിയിട്ടുണ്ട്. 8 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണുകളുള്ളത്. ഇവിടെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. അതും 9 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ മാത്രം. അതിനുശേഷം ഈ കടകൾ അടയ്ക്കണം. അതേസമയം മെഡിക്കൽ ഷോപ്പുകളും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കൊന്നും തന്നെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും അതേപോലെ തന്നെ ആളുകൾ പുറത്തിറങ്ങുന്നതിനും ഒപ്പം തന്നെ ഈ വാഹന സർവീസിനും, ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ വരുന്ന പ്രദേശത്ത് വാഹന സർവീസിനും ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം വരും ദിവസങ്ങളിൽ ഈ സമ്പർക്ക പട്ടിക വർദ്ധിക്കുകയും കൂടുതൽ കേസുകൾ ഉണ്ടാവുകയും ഇപ്പോൾ ഈ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് കൂടുതൽ കേസുകളും ഉണ്ടാവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ അതായത് ആളുകൾ കൂട്ടം കൂടുന്നതിനും ഒപ്പം തന്നെ പൊതുയോഗം, പൊതുപരിപാടികൾക്കെല്ലാം തന്നെ ജില്ലയിൽ നിയന്ത്രണമുണ്ട്. ഇത് ഈ മാസം 24 വരെ തുടരും. വേണ്ടി വന്നാൽ ഇനിയും കൂടുതൽ ദിവസത്തേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം പോകും. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.